നിലവിലെ ഭരണ കാലയളവിൽ തന്നെ 5 ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് ഇടത് സർക്കാരെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. അവണിശ്ശേരി സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണം ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അവണിശ്ശേരി വില്ലേജ് ഓഫീസിന്റെ പുതിയ സ്മാർട്ട് കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് ഔപചാരികമായി നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ നിർവഹിച്ചതായി സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിൻ്റെ റവന്യൂ വകുപ്പിൽ നടപ്പിലാക്കുന്ന വളരെ ശ്രദ്ധേയമായ പരിപാടികൾ ഈ നാടാകെ അംഗീകരിക്കപ്പെട്ടു എന്നുള്ള സന്തോഷമാണ് യഥാർത്ഥത്തിൽ റവന്യൂ വകുപ്പിന് കേരളത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ 4,995 പട്ടയങ്ങൾ വിതരണം ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായി നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4,995 പട്ടയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഭൂമി ഒരു സ്വപ്നം മാത്രമായി അവശേഷിച്ച് ദീർഘകാലമായി കൈവശം വയ്ക്കുന്ന കേസുകളിൽ പോലും ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയെടുക്കാൻ കഴിയാത്ത വിധത്തിൽ ബുദ്ധിമുട്ടിയിരുന്ന 4,995 കുടുംബങ്ങളെ ഭൂമിയുടെ ഉടമകളാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 9 വർഷ കാലയളവിൽ 4 ലക്ഷത്തിലധികം പട്ടയങ്ങളാണ് സർക്കാർ വിതരണം ചെയ്തത്. ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കേരള മോഡൽ ഉണ്ടായത് ഭൂപരിഷ്കരണം എന്ന ആശയത്തിലൂടെയാണ്. മറ്റു പല സംസ്ഥാനങ്ങളും ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചെങ്കിലും കേരളത്തിലെ ഭൂപരിഷ്കരണം സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായതിനാൽ ഇതാണ് ലോകത്തിനു മുന്നിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഇതിലൂടെ ലക്ഷക്കണക്കിന് ആളുകളെ ഭൂമിയുടെ ഉടമകളാക്കിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലായിരുന്നു നിർമ്മാണോദ്ഘാടന ചടങ്ങ്. CC മുകുന്ദൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര ടൂറിസം ആൻഡ് പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായിരുന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VI ജോൺസൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റോസിലി ജോയ്, CK സുനിൽകുമാർ, വാർഡ് മെമ്പർമാരായ KA പ്രദീപ്, സബ് കളക്ടർ അഖിൽ വി മേനോൻ, ഡെപ്യൂട്ടി കളക്ടർ T മുരളി, തഹസിൽദാർ T ജയശ്രീ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി CM ബാലസുന്ദരൻ എന്നിവർ സംസാരിച്ചു.